എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കരയിലെ കാട്ടാനശല്യം പരിഹാരമാവശ്യപ്പെട്ട UDF ജനപ്രതിനിധികൾ ആദ്യമായി തിരുവനന്തപുരത്തെത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ കാട്ടാനശല്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങൾ തിരുവനന്തപുരത്തെത്തുകയും വനം മന്ത്രി ഷിബു ബേബി ജോണിന് മുൻപാകെ കാര്യങ്ങൾ ബോധിപ്പിച്ച നിവേദനം നേരിട്ട് നൽകുകയും ചെയ്തത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ജനവാസ മേഖലയിലുടനീളവും വീട്ടുമുറ്റത്തും കാട്ടാനയെത്തി നാശം വിതയ്ക്കുന്നത് നിത്യസംഭവമാണെന്നും വായ്പയെടുത്ത് കൃഷി ചെയ്ത വിളകളെല്ലാം കാട്ടാന നശിപ്പിക്കുന്നത് മൂലം തിരിച്ചടവ് മുടങ്ങി കർഷകർ ജപ്തിയുടെ വക്കിലാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ജനപ്രതിനിധികളായ MP ഗിരിജാവല്ലഭൻ, TH ഷെരീഫ്, PM മുസ്തഫ, റഫീഖ് പാറപ്പുറം, KK ഫസലു എന്നിവർ ആവശ്യപ്പെട്ടു. കുറേ കാലത്തോളമായി കിള്ളിമംഗലം, പുതുവടി, മണലാടി പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ദീർഘകാലവും ഹ്രസ്വകാലവുമായ വിളകളെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരവസ്ഥ ഉള്ളപ്പോൾ ആന രാത്രി കാലങ്ങളിലല്ല സ്ഥിരമായി വരുന്നത്. ഇപ്പോൾ ഏത് സമയവും ആനയുടെ പ്രവേശനം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ചേലക്കരയുടെ ജനവാസ മേഖലയോട് ചേർന്നുള്ള കാടുകളിൽ ആനകളില്ലായിരുന്നുവെന്നും കുതിരാൻ തുരങ്കം വന്നതുമൂലമാണ് കാട്ടാനകൾ പ്രദേശത്തേക്ക് എത്തിയതെന്നും ജനപ്രതിനിധികൾ മന്ത്രിയെ ബോധ്യപ്പെടുത്തി. വളരെ കാലം മുൻപുള്ള വരവല്ല. കുതിരാൻ റോഡ് അടിപ്പാത നിർമ്മിച്ചതിന് ശേഷം ആനകൾ മുകളിൽ കൂടി 15 ആള് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. 15 ആനകൾ കടന്നു. എന്നാൽ 27 ആനകൾ ആ വഴിക്ക് വന്നു എന്ന് വേറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് അറിയില്ല. ആദ്യകാലങ്ങളിൽ കർഷകരുടെ കാർഷിക പ്രവർത്തികളെ ആണ് ആന നശിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവന് എന്താവുമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ആ പ്രദേശത്തുള്ളത്. പ്രത്യേകിച്ച് ഒലിപ്പാറ കോളനി നിവാസികൾ, ഉതുവടി ഏറ്റവും അടുത്ത പ്രദേശമായ ടൗണിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശമായ ഉതുവടി ഭാഗത്ത് ഈ അടുത്ത ദിവസം ഇറങ്ങി, അവിടെ വർക്ക്ഷോപ്പൊക്കെ ഉള്ള സ്ഥലത്താണ്, അവിടെ ഇറങ്ങി അവിടെ ആന ആകെ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആദ്യകാലങ്ങളിലെല്ലാം രാത്രികാലങ്ങളിൽ വന്നിരുന്നത് ചക്ക തിന്നുന്നതിന് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് കിട്ടാത്ത സാഹചര്യത്തിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയെല്ലാം മറച്ചുവിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ പുറമെ ഇത് വീടുകളുടെ തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ചില വീടുകൾ, ചില പാവപ്പെട്ടവരുടെ വീടുകൾ എല്ലാതും ലൈഫ് പദ്ധതി പ്രകാരം ടെറസോ വാർപ്പോ ഒന്നും ആവാത്ത ചില വീടുകളുണ്ട്. ചുമര് തുമ്പിക്കൈ കൊണ്ടും തൊട്ടാൽ വീഴുന്ന അവസ്ഥയുള്ള വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇത് വന്ന് എന്തെങ്കിലും ഉപദ്രവിച്ചാൽ ഒരാളല്ല 5 ആൾ 10 ആൾ ഉള്ള വീടുകളുണ്ട്. ആ വീടുകൾക്കും ആ വീട്ടിലെ ആളുകളുടെ ജീവനും നഷ്ടം സംഭവിക്കും. അങ്ങനെ വന്നാൽ ആ പ്രദേശത്തുകാർക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാവും ഉണ്ടാവുക എന്ന് ആണ് ഞങ്ങൾ മന്ത്രിയോട് ധരിപ്പിച്ചത്. മന്ത്രിക്ക് അത് താല്പര്യപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ ഇത് പൗരാണിക കാലത്തിന് പുരാതന കാലത്തുള്ളതല്ല. ഈ ആനയുടെ വരവ് അടുത്ത കാലത്തുണ്ടായതാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി മന്ത്രി അത് ഉൾക്കൊണ്ടു. ആ ഫയല് വളരെ പ്രത്യേകമായി സെക്രട്ടറിക്ക് കൊടുത്തു. ഇത് പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെന്തെങ്കിലും നമുക്ക് പ്രതിഫലിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും മന്ത്രി എന്നാണ്
തോന്നുന്ന വളരെ അനുഭവപൂർവ്വം ഞങ്ങളുടെ മാസ് പെറ്റീഷൻ അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. ചേലക്കര മേഖലയിലെത്തിയ കാട്ടാനകളെ തുരത്തി ഉൾക്കാട്ടിലേക്ക് പൂർണ്ണമായും കടത്തിവിട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന തങ്ങളുടെ ആവശ്യം മന്ത്രി അനുഭാവപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ടെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണാൻ പോയപ്പോൾ തന്നെ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഉറപ്പ് നൽകുകയുണ്ടായി. സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വീടിനും ജനങ്ങൾക്കും ഭീഷണിയായിട്ടാണ് ആന വീടിൻ്റെ ചുറ്റുമതിലൊക്കെ തകർത്ത് ഇറങ്ങി വീടിനോട് സമീപത്തൊക്കെ വന്നു പോയിട്ടുള്ളത്. അതിൽ ആ സമയങ്ങളിൽ രാത്രി 2 മണി എന്നുള്ള സമയമായതുകൊണ്ട് ജനത്തിന് വളരെ ദ്രോഹമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷെ അതിന് സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ട് വകുപ്പ് തല മന്ത്രിയെ സമീപിക്കാനും കാരണമുണ്ടായി. അതിൽ അടിയന്തര ഇടപെടൽ നടപടികൾക്ക് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം അതിന് ബന്ധപ്പെട്ട ആളുകളെ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു സംവിധാനം പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ് നൽകിയത്. അല്ല ബാക്ക് ടു സ്കൂളോ? ബാഗിന്റെ ഒക്കെ എന്തോരം കളക്ഷനാ. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഓൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെയാ എടുക്കുക? അയ്യോ, ബാഗ്, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ്, ഞാൻ എന്തൊക്കെ എടുക്കുക? അതൊക്കെ അവിടെ വെക്കുന്നു ചെയ്താ 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499. ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിതാ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടിൽ, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഇതാ ഒരു പേന, ഒരു പെൻസില്, പിന്നെ ഇതാ 152 പേജിൻ്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർ വാലിക്കുണ്ട് പോരിട്ടങ്ങള്.